ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഇന്നലെ വിചാരിച്ചതുപോലെ വേറെ ആരെങ്കിലും ചതിച്ചിട്ടല്ല ഇന്നലെ ഒരു ചായ കൊണ്ട് കൊടുക്കുകയും അത് എറിഞ്ഞ് ഉടയ്ക്കുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വേറെ ആരും ചതിച്ചതല്ല, അറിഞ്ഞുകൊണ്ട് രാഘവൻ നമ്മുടെ അഞ്ജലി കുട്ടിയെ ചതിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. എന്താണെങ്കിലും നല്ല രീതിയിൽ ഈ ഒരു സംഭവം നമ്മുടെ അഞ്ജലിക്ക് ഹേർട്ടായിട്ടുണ്ട് കേട്ടോ. അതായത് രാഘവൻ ഇപ്പോഴേ പണി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അഞ്ജലിയെ ഓരോ ദിവസം അയാളെ കൊണ്ട് പറ്റുന്ന അത്രയും വേദനിപ്പിക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. ആ ഒരു കാര്യം അയാൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇന്നും അത് തന്നെ സംഭവം. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യം കാണുന്ന സീന് ശംഖചക്രത്തിൽ പുറത്ത് രാഘവൻ ഇരിക്കുകയാണ്. എന്തൊക്കെയോ സംഭവങ്ങൾ ഫയലുകൾ നോക്കുന്നു. അയാൾ പറയുന്നുണ്ട്, ഈ ഹരി എവിടെ പോയി കിടക്കുകയാണ്? എത്ര നേരമായി ആ കേസിന്റെ ഫയലുകൾ കൊണ്ട് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഇവൻ ഇത് എത്ര സമയത്ത് എവിടെ പോയി കിടക്കുന്നു? നന്ദിനി ചായ ഇല്ലേ? ഒരാൾ ചായ തരാൻ പോലും ഇവിടെ ഇല്ലേ? ഇവരൊക്കെ ഇത് എവിടെ പോയി? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രാഘവൻ. ഈ ഒരു സമയം അഞ്ജലി അതുവഴി വരുന്നുണ്ട്, വീടിന്റെ അകത്ത് വരുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് നമ്മുടെ അഞ്ജലി വരുന്നുണ്ട് കേട്ടോ. രാവിലെ മുത്തശ്ശി ഒന്ന് കോഫി ആയിട്ട് നമ്മുടെ അഞ്ജലിക്കുട്ടിക്ക് കോഫി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി പറഞ്ഞായിരുന്നു കേട്ടോ, അതായത് കുടുംബക്ഷേത്രത്തിൽ ഇന്ന് പോവുകയാണ്. അഞ്ജലി വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എനിക്കിന്ന് അതിനുള്ള ഒരു മൂഡില്ല മുത്തശ്ശി എന്ന് പറയും. അപ്പൊ മുത്തശ്ശി പറയും, സാരമില്ല, നീ കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കും അഞ്ജലിക്കുട്ടി, ഞങ്ങളെല്ലാവരും പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ എല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഒരു സംഭവം രാഘവൻ മറന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആരും ചായ കൊണ്ട് കൊടുക്കാനില്ല കേട്ടോ. അങ്ങനെ രാഘവന്റെ ഈ മുറവിളി നമ്മുടെ അഞ്ജലിക്കുട്ടി കേൾക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ചായ ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് അഞ്ജലി പോകുമ്പോൾ അവിടെ ടേബിളിൽ ചായ എടുത്ത് വെച്ചിരിക്കുന്ന കാണും. അപ്പൊ അഞ്ജലി വിചാരിക്കും, അപ്പൊ ഇവിടെ തന്നെ ചായ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ ചായ എടുത്തുകൊണ്ട് വന്ന് രാഘവന് കൊണ്ടു കൊടുക്കും. അപ്പൊ അടുത്ത് നമ്മുടെ അഞ്ജലി ചെല്ലുമ്പോ രാഘവൻ വിചാരിക്കുന്ന നന്ദിനിയാണെന്നാണ് കേട്ടോ. അപ്പൊ നന്ദിനിയാണെന്ന് വിചാരിച്ച്, നന്ദിനി നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചായ ഇങ്ങനെ മേടിക്കും. ചായ മേടിക്കുന്ന സമയത്താണ് ഇത് അഞ്ജലിയാണെന്ന് കാണുന്നത്. പെട്ടെന്ന് അയാൾ ഞെട്ടിത്തരിച്ചു പോവും. അഞ്ജലി തനിക്ക് ചായ കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ തന്നെ രാഘവൻ ചോദിക്കും, അവരൊക്കെ എവിടെ പോയി? ഇത് നീയാണോ എനിക്ക് ചായ കൊണ്ട് വന്നിരിക്കുന്നത്? അവരിത് എവിടെ പോയി? അങ്ങനെ രാഘവൻ ചോദിക്കുമ്പോ അഞ്ജലി പറയും, അവരെല്ലാം അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പൊ രാഘവൻ പറയും, ഞാൻ ആ കാര്യം മറന്നുപോയി, ഇന്ന് കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കണല്ലോ. അപ്പൊ അഞ്ജലിക്ക് നല്ല ബുദ്ധിയൊക്കെ വെച്ചു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്തു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അനുസരിക്കുന്ന നിനക്ക് അറിയാം അല്ലേ? അപ്പൊ നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നിന്റെ ജീവിതം ഇവിടെ തന്നെയാണ്, അടുക്കളയിലാണ്. അപ്പൊ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിനക്ക് അറിയാം അല്ലേ? നല്ല സൂപ്പർ ചായയാണ് കേട്ടോ അഡ്വക്കേറ്റ് അഞ്ജലി. അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ കുത്തുവാക്കുകൾ ഇങ്ങനെ രാഘവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ അഞ്ജലി വിഷമത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സീനാണ് നമ്മൾ ആദ്യം കാണുന്നത്. അഞ്ജലി അകത്തേക്ക് പോയ ഉടനെ ഹരി അവിടേക്ക് എത്തും കേട്ടോ. ഹരി വന്ന ഉടനെ രാഘവൻ പറയും, എടാ ഹരി, താൻ ഇത് എവിടെ പോയി കിടക്കുവാടോ? എത്ര നേരമായിടോ? എത്ര ലേറ്റ് ആയി? തന്നെ നോക്കി ഞാൻ ഇവിടെ ഇരുന്ന് മടുത്തു. സാറേ ക്ഷമിക്കണം, കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഒരു അരമണിക്കൂർ വൈകിപ്പോയി സാറേ. സാറേ, ഈ നമ്മുടെ കാർത്തിക്കിന്റെ കേസിന്റെ അടുത്ത സിറ്റിംഗ് അടുത്ത ദിവസമാണ് കേട്ടോ സാറേ. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അവിടെ അഞ്ജലി എന്തൊക്കെയോ ഒപ്പിച്ചു വെക്കുന്നുണ്ട്. ബാർ അസോസിയേഷനിൽ അതിനെപ്പറ്റി ഒരു സംസാരമുണ്ട്. അവൾ എന്തൊക്കെയോ ഒരു പ്ലാന് നമുക്കെതിരെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. സാറിന് അറിയാലോ, ഈ കേസിൽ തോറ്റുപോയി കഴിഞ്ഞാൽ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല സാറേ. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അവൾ എന്തൊക്കെയോ പണി നമുക്ക് ഒപ്പിക്കുന്നുണ്ട് സാറേ. രാഘവൻ ഇതെല്ലാം കേട്ട് ഉള്ളിൽ ചിരിക്കുകയാണ്. കാരണം രാഘവൻ അറിയാം, അഡ്വക്കേറ്റ് അഞ്ജലി ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. അഞ്ജലി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോ രാഘവൻ പറയും, അത് ശരിയാ, അവൾ എന്തെങ്കിലുമൊക്കെ നമുക്കെതിരെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ആ പ്ലാനൊക്കെ ഒന്ന് തകർക്കണമല്ലോ. അപ്പൊ അതിനിപ്പോ എന്താ ചെയ്യാ? അവളെ ഇവിടെ വേലക്കാരിയായിട്ട് കൊണ്ടുവന്നാലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എന്താണെങ്കിലും അതൊന്ന് നടന്നോ എന്ന് നോക്കാം. അഞ്ജലി ഒരു ചായ കൂടി വേണം. ഇത് കേട്ടിട്ട് ഹരിയാണ് ഷോക്കടായി നിൽക്കുക. ഇതെന്തീ പറയുന്നത്? അഞ്ജലിയുടെ ചായ എടുത്തിട്ട് വരാൻ ഇയാൾ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ അഞ്ജലി അകത്ത് ഇപ്പൊ നിൽക്കുന്നുണ്ട് വിഷമത്തോട് കൂടിയിട്ട്. അറിഞ്ഞുകൊണ്ട് അപമാനിക്കാനായിട്ട് വിളിക്കുന്നതാണെന്ന് അഞ്ജലിക്ക് അറിയാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ആട്ടെ എന്ന് വീണ്ടും അതേ കപ്പിൽ നിന്നും അതേ ചായ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പിൽ നിന്ന് തന്നെയാ ചായ എടുക്കുന്നത്. അങ്ങനെ ചായയും കൊണ്ട് പുറത്തേക്ക് വരും കേട്ടോ. അപ്പൊ അഞ്ജലി ചായയും കൊണ്ട് പുറത്തേക്ക് വന്നത് കണ്ടിട്ട് ഹരി അന്തം വിട്ട് നിൽക്കുക. ഇതിവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അഡ്വക്കേറ്റ് അഞ്ജലി ശംഖചക്രത്തില് മരുമകളായിട്ട് നിൽക്കുന്നു. മരുമകളായിട്ടാ നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു? ഹരിയാണ് ഷോക്കഡായി നിൽക്കുകയാണ്. അപ്പോ രാഘവൻ പറയും, ഹരി ഇപ്പൊ എങ്ങനെയുണ്ട്? അഡ്വക്കേറ്റ് അഞ്ജലി ദേ നിൽക്കുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇവളെ ഒരു വേലക്കാരിയായിട്ട് ഇവിടെ വരുത്തിയാലേ നമുക്ക് കാര്യങ്ങൾ നടക്കുന്നുള്ളൂ.
ദേ നോക്കുക, അവള് വെറും വേലക്കാരിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ആ ചായ മേടിച്ച് കുടിക്കും. ചായ കുടിച്ച ഉടനെ അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാണ് കേട്ടോ. ഓ, ഇത് എന്ത് ചായയാണ്, എന്തൊരു മധുരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ചായ ഇങ്ങനെ കപ്പും സോസർ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. മര്യാദയ്ക്ക് ഒരു ചായ ഇടാൻ പോലും അഡ്വക്കേറ്റ് അഞ്ജലിക്ക് അറിയില്ല. എന്തൊരു ഊള ചായയാണിത്, കേറിപ്പോടിയകത്ത്. ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കാൻ നോക്കുക, അതെങ്കിലും വായിൽ വെക്കാൻ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെ അവിടെ നിർത്തി അപമാനിക്കുകയാണ് കേട്ടോ നമ്മുടെ അഞ്ജലിയെ. അഞ്ജലിയുടെ ഉള്ളടങ്ങി ഇങ്ങനെ പൊട്ടി ഉരുകി, എന്താ പറയാ, വിഷമിച്ചങ്ങ് അല്ലാത്തൊരവസ്ഥയിലാട്ടോ കേട്ടോ നമ്മുടെ അഞ്ജലി നിൽക്കുന്നത്. അതിനുശേഷം അഞ്ജലി അകത്തേക്ക് കയറിപ്പോവും. ഇതെല്ലാം കണ്ട് ഹരി ഷോക്കഡായി നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? ഹരി പറയുന്നുണ്ട്, സാറ് ഇതെന്താ ഇവിടെ നടക്കുന്നത്, ഇതെങ്ങനെയാ അഞ്ജലി ഇവിടെ വന്നു? അപ്പോ രാഘവൻ പറയും, അതൊക്കെ വന്നു, താൻ എന്താണേലും ബാർ അസോസിയേഷനിൽ പോയിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേരെ. അഡ്വക്കേറ്റ് അഞ്ജലി ഇവിടെ വേലക്കാരിയായിട്ട് കൊണ്ട് നിൽക്കുകയാണെന്നുള്ള ഒരു കാര്യം. ഈ ഒരു സീനുകളൊക്കെ നടന്ന ശേഷം നമ്മുടെ അഞ്ജലി അകത്ത് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. എത്രത്തോളം അപമാനിക്കപ്പെട്ടു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് അയാളുടെ ഉള്ളിൽ ആ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ പരമാവധി തീർക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പൊ അഞ്ജലിക്ക് എത്രത്തോളം ഒറ്റപ്പെടൽ ആ ഒരു സമയത്ത് അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ അഞ്ജലി അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ തിളച്ചു നിൽക്കുകയാണ്. വിഷമവും വരുന്നുണ്ട്, അതിനൊപ്പം തന്നെ വാശിയും കൂടെ നമ്മുടെ അഞ്ജലിക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അഞ്ജലി എപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടാവുമ്പോൾ അഞ്ജലി ഒന്ന് തളർന്നു പോയേക്കാം ആദ്യമൊക്കെ, പക്ഷെ ഉറപ്പായിട്ടും അഞ്ജലി തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സീനാണ് ആദ്യം കാണുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന സീന് പതിവ് പോലെ അനുപമയുടെ പണി തുടരുകയാണ്. അനുപമ അവിടെ കുറുപ്പിന്റെ വീട്ടിലെത്തി. അവിടെ കാവ്യനെ കാണാനായിട്ട് ഇന്നലെ കയറി പോയിട്ടുണ്ടായിരുന്നു. കാവ്യയുടെ മനസ്സിൽ വിഷം ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് കാവ്യയുടെ പറയാണ്, കാവ്യ നീ അർജുനെ സ്വന്തമാക്കണം. അപ്പൊ കാവ്യ പറയുന്നുണ്ട്, എന്തിന്? അവന് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത അവളുടെ കൂടെ തന്നെ അവളുടെ കൂടെ കിടന്നു. ഇനി എന്തിനാണ് എനിക്ക് അവന് ആവശ്യമില്ല. അവനെ എനിക്ക് ഒരു രീതിയിൽ ആവശ്യമില്ല. എന്നെ വേണ്ടാത്തവനെ എനിക്ക് എന്തിനാണ്? അപ്പൊ അനുഭവം പറയാണ്, അങ്ങനെ പറയില്ല, നീ തോക്കി കയറി വെടിവെക്കല്ലേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അർജുനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കി തരാൻ വേണ്ടി നിന്റെ അച്ഛൻ ശ്രമിക്കാതിരിക്കത്തില്ല. അഞ്ജലീനെ അങ്ങ് ഇല്ലാതാക്കിക്കോളും. അഞ്ജലീനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിനക്ക് അർജുനെ സ്വന്തമാകും. കാരണം കഴിഞ്ഞാൽ അഞ്ജലി മരിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അർജുന് വേറെ വഴികളൊന്നുമില്ല, നിന്നെ താലി കെട്ടും. അത് ഉറപ്പായിട്ടും നടക്കും. അപ്പൊ അപ്പോഴും കാവ്യ പറയുന്നുണ്ട്, എനിക്കതിന്റെ ആവശ്യമില്ല, എന്തിനാണ്, എന്നെ വേണ്ടാത്തതിന് എനിക്കും വേണ്ട. അനുഭവം പറയും, അങ്ങനെയല്ല കാവ്യ, ഞാൻ പറയുന്നത് കേൾക്കൂ. അർജുനെ നീ മണ്ഡപത്തിൽ വിളിച്ചു വരുത്തണം. അർജുനെ മണ്ഡപത്തിൽ വിളിച്ചു വരുത്തിയിട്ട് താലി കെട്ടുന്ന ആ ഒരു മൊമെന്റിൽ നീ ആ താലി വലിച്ചെറിയണം കാവ്യ. എന്നിട്ട് പറയണം, എനിക്കിവനെ വേണ്ട എന്ന്. അന്ന് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയപ്പോൾ നീ അനുഭവിച്ച വിഷമവും സങ്കടങ്ങളും എന്താണെന്ന് അവനും അറിയണം. അവനോടുള്ള പക നീ വീട്ടണം കാവ്യ. അങ്ങനെ കാവ്യയുടെ മനസ്സിൽ ഇന്ന് ഇഞ്ചക്ട് ചെയ്ത് അനുപമ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഇഞ്ചക്ഷനിൽ കാവ്യ വീണുപോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു സീൻ നമ്മൾ കാണുന്നത് കേട്ടോ. ഈ ഒരു രണ്ടാമത്തെ സീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ കാവ്യയുടെ മനസ്സിൽ വീണ്ടും അർജുനോടും അഞ്ജലിയോടുമുള്ള ഒരു വൈരാഗ്യം കുത്തിവെക്കാനായിട്ട് അനുപമയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഒരു മാനസികാവസ്ഥ ഒരു നല്ലൊരു അവസ്ഥയിലല്ല കാവ്യയുടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്തൊക്കെ പറഞ്ഞാലും അത് വിശ്വസിച്ച് പോകുന്ന ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അനുപമയുടെ ലക്ഷ്യം എന്താണെങ്കിലും അഞ്ജലി ഇല്ലാതാക്കുക, അനുപമയ്ക്ക് ശംഖുചക്രത്തിൽ വാഴുക, ഈ ഒരു കാര്യം മാത്രമാണ്. അതിന് എന്തു മാർഗവും ആരെ കൊന്നിട്ടാണെങ്കിലും അനുപമ അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ഈ ഒരു കാര്യം പലർക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് വേറൊന്നുമല്ല, നമ്മുടെ അമ്പാടി ശംഖചക്രത്തിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് അനുപമ പറഞ്ഞൊരു കാര്യമുണ്ട്, അഞ്ജലിനെ ഇറക്കി വിട്ടു, അവൾ എവിടെയെങ്കിലും പോയി മരിച്ചിട്ടുണ്ട്, വല്ല റെയിൽവേ ട്രാക്കിലോ മറ്റോ കാണും, അർജുൻ തേടി പോയിട്ടുണ്ട്, അവളുടെ ബോഡി ഉടനെ കിട്ടുമായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്പാടിനെ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്പാടി വിശ്വസിച്ചത് അവിടെ അഞ്ജലി ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വളരെ വിഷമത്തോടെ സങ്കടത്തോടെ ഓടി നടക്കുകയാണ് നമ്മുടെ അമ്പാടി. അങ്ങനെയാണ് അഞ്ജലിയുടെ വീട്ടിലേക്ക് എത്തിയാണ്. അഞ്ജലിയുടെ വീട്ടിൽ എത്തുമ്പോൾ അവിടെ ആരും ഇല്ലെന്നൊക്കെ ചോദിക്കുക. അപ്പൊ ആര്യ ഇറങ്ങി വരും, ശ്യാമള ഇറങ്ങി വരും, അച്ഛനൊക്കെ ഇറങ്ങി വരും പറയാണ്. അവിടെ വെച്ച് അമ്പാടി പറയുന്നുണ്ട്, അഞ്ജലിനെ അന്വേഷിച്ചാണ് ഞാൻ അവിടെ വന്നത്. അപ്പോൾ ശ്യാമളയൊക്കെ പറയും, അവളുടെ ഭർത്താവിന്റെ വീട്ടിലുള്ളത്. അപ്പൊ അമ്പാടി പറയും, ഇല്ല അവിടെ ഇല്ല, അവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചു, അവിടെ അനുപമ ഉണ്ടല്ലോ, അവളെ അഞ്ജലിയുടെ ചേച്ചി, അവള് പറഞ്ഞു അവളെ എവിടെയോ 2 ദിവസം മുമ്പ് ഇറക്കി വിട്ടു, അവൾ എവിടെയെങ്കിലും പോയി ചത്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയും. അപ്പൊ തന്നെ ശ്യാമള കിടന്ന് നിലവിളി തുടങ്ങും കേട്ടോ. അപ്പോ അതിനുശേഷം നമ്മുടെ ശിവരാമൻ ചേട്ടൻ പറയും, അവളുടെ ഭർത്താവ് എന്ന് പറയുന്നവൻ ചതിച്ചു കൊണ്ടുപോയതാണ് അവളെ.
അപ്പൊ ഈ ഒരു സംഭവം പറയുന്നതിന് അമ്പാടിക്ക് ദേഷ്യം വരും. അമ്പാടി പറയും, നിങ്ങൾ എന്താണ് വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതുവരെയായിട്ട് നിങ്ങൾക്ക് അർജുനെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അർജുനാണെങ്കിൽ അഞ്ജലിക്ക് വേണ്ടി എത്രത്തോളം എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്. അവളെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ രാഘവനുണ്ണിയുടെ മകനാണ് എന്നുള്ള സത്യ. പക്ഷെ ആ ഒരു സത്യത്തിന്റെ പേരിൽ അവന് പല നാടകങ്ങളും കളിക്കേണ്ടി വന്നത്. നിങ്ങൾ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ. ഈ ഇരിക്കുന്ന സ്കൂട്ടറിൽ ഇതുപോലെ അവൾക്ക് വീണ്ടും കൊടുത്തിട്ടുള്ളത്. അതുപോലെ അവൾക്ക് വേണ്ടി പല ത്യാഗങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കൂ. അങ്ങനെ അർജുന്റെ എല്ലാ കാര്യങ്ങളും, ആ സ്കൂട്ടർ എടുത്ത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത കാര്യങ്ങളും, ആ ഒരു കാര്യങ്ങളൊക്കെ അമ്പാടി പറയാണ് കേട്ടോ. ആ ഒരു സീൻ കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരും കേട്ടോ. കാരണം അർജുൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്, നമ്മുടെ അഞ്ജലിയോട് എത്രത്തോളം സ്നേഹമുണ്ട്. ആ ഒരു സീന് കാണുമ്പോൾ ശരിക്കും എനിക്കൊരു വിഷമം സങ്കടമൊക്കെ തോന്നി കേട്ടോ. അർജുന്റെ ആ ഒരു എഫേർട്ടിന്റെ ആ ഒരു സീനുകളൊക്കെ കാട്ടി കഴിഞ്ഞപ്പോ. അപ്പൊ ഈ ഒരു സംഭവം കേൾക്കുന്നതിനും ഇത് കേട്ടിട്ട് ആകെ ഷോക്കഡ് ആയി പോകും. ആര്യയും അതുപോലെ തന്നെ ശ്യാമളയും അച്ഛനൊക്കെ ഇങ്ങനെ ഷോക്കഡായി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്പാടി പറയും, ഇങ്ങനെയൊക്കെയാണ്, ഇനിയെങ്കിലും നിങ്ങൾ നമ്മുടെ അർജുനെ കുറ്റപ്പെടുത്താതിരിക്കുക. അവളെ അത്ര ഇഷ്ടമാണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുക കേട്ടോ. ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഒരു സംഭവമൊക്കെ കേൾക്കുന്നതിന് ശ്യാമളയൊക്കെ ഭ്രാന്ത് പിടിക്കും. ശ്യാമള പറയും, ശിവരാമൻ ചേട്ടൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട നമ്മളെ മോള്. ഞാൻ ആ ഒരു നിമിഷത്തിൽ അവളെ ഇറക്കി വിട്ടു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവളെ ഉപേക്ഷിക്കാനായിട്ട് പറ്റുമോ? അപ്പൊ ശിവരാമൻ പറയുന്നുണ്ട്, മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്. ഞാൻ എന്റെ നിലപാട് മുമ്പും പറഞ്ഞിട്ടുള്ളതാ. കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞൊന്നും അതിലൊരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. അഡ്വക്കേറ്റ് അഞ്ജലി ഇവിടുന്ന് വേറൊരാളെ കല്യാണം കഴിച്ച് ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു. ഇനി അവൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ ഞാൻ പോണുമില്ല. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇതോടെ തീർന്നു കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ഒരു അക്ഷരം ആരും മിണ്ടുപോലും ഇവിടെ ചെയ്യരുത്. അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ് ശിവരാമൻ അകത്തേക്ക് പോകുന്നൊരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കാണുക. രാത്രിയിലെ പ്രൊമോയുടെ വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.